പ്രശ്നമാണ് ഈ ഫൗണ്ടേഷൻ ഷെയ്ഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ടീനേജേഴ്സിൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് ഈ ഫൗണ്ടേഷൻ ഷെയ്ഡ്. ഇപ്പോൾ ഫൗണ്ടേഷൻ ഷെയ്ഡ് കറക്റ്റ് ആയില്ലെങ്കിൽ മിക്കവരും പറയും പുട്ടി അടിച്ച പോലെ ഇരിക്കുന്നത്, പുട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ. എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഷെയ്ഡ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. ഫൗണ്ടേഷൻ ഷെയ്ഡ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടും പിന്നെ നമ്മൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഈ പുട്ടി അടിച്ച എഫക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങനെ ഒരു എഫക്റ്റ് വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഹാക്സും ഒക്കെ കിട്ടും, ടിപ്സും ഒക്കെ കിട്ടും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ ഫൗണ്ടേഷൻ ഷെയ്ഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഫൗണ്ടേഷൻ ഷെയ്ഡ് കണ്ടുപിടിക്കാനായിട്ട് ഈസിയാണ്. ഇപ്പം നമുക്ക് ഷോപ്പിൽ പോയും ചെയ്യാം, ഓൺലൈനായിട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോവുക. എന്നിട്ട് നമുക്കിപ്പോൾ ഏത് പ്രോഡക്റ്റാണ് നമുക്ക് വേണ്ടത്, നമുക്കിപ്പോൾ ഒരു കാണുമല്ലോ, ഒരു ബഡ്ജറ്റും കാണും, എനിക്ക് ആ ഒരു ബ്രാൻഡ് യൂസ് ചെയ്താൽ കൊള്ളാം എന്നും കാണുമല്ലോ. അപ്പോൾ അവിടെ പോയതിന് ശേഷം ഏത് ബ്രാൻഡാണോ ഏത് ബഡ്ജറ്റാണോ നിങ്ങളുടേതുള്ളത് അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒരുപാട് ഷെയ്ഡ് കാണും. അപ്പോൾ അതിൽ നിങ്ങൾ ഈ കയ്യിലൊന്നും സ്വാച്ച് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഷെയ്ഡ് കറക്റ്റായിട്ട് മനസ്സിലാകത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൈയുടെ ഷെയ്ഡും അതുപോലെ തന്നെ ഫേസിലെ ഷെയ്ഡും ഡിഫറെൻ്റ് ആണ്. അത് നമ്മുടെ ഫേസിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ചീക്കിൻ്റെ അവിടെ വേറൊരു ഷെയ്ഡാണ്, എനിക്ക് ഇവിടെ കുറച്ച് ഡള്ളാണ് ഈ ഒരു ഇവിടെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും കുറച്ച് ടാൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ആയാലും നമുക്ക് ടാൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ഫേസ് വന്നിരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്വാച്ച് ചെയ്ത് നോക്കാം. ഇവിടെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ഇങ്ങനെ സ്വാച്ച് ചെയ്ത് നോക്കുക. അവരിങ്ങനെ സ്വാച്ച് ചെയ്ത് തരും. അപ്പം ഇങ്ങനെ ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ തന്നെ നമുക്ക് ഏത് ഷെയ്ഡാന്നുള്ളത് സെലക്ട് ചെയ്ത് തരും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഷോപ്പിൽ പോയാൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ നമുക്ക് കുറച്ച് അധികം ബ്രാൻഡ് കിട്ടുന്ന ഷോപ്പുണ്ട്. ഇപ്പോൾ പോത്തീസിൽ പോയാൽ അധികം ബ്രാൻഡുണ്ട്, ലാക്മേ ഉണ്ട്, മേബിലിൻ ഉണ്ട്, അങ്ങനെ കുറേ അധികം ബ്രാൻഡുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ അധികം ആർക്കും അറിയത്തില്ല, ഒരു ഹോൾസെയിൽ കടയുണ്ട്. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഈസ്റ്റ് പോയിട്ട് അകത്തോട്ട് പോകണം. ഈ ചാലയ്ക്ക് അകത്തോട്ട് പോകുമ്പം ഒരു സ്റ്റോറുണ്ട്, ഒരു ഗണേഷ് ബ്യൂട്ടി വേൾഡ് എന്ന് പറഞ്ഞ്. അവിടെ ഉണ്ടല്ലോ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഫൗണ്ടേഷൻ, സ്കിൻ കെയർ പ്രോഡക്ട്സ് മിക്കതും കിട്ടും. ഞാൻ അവിടെ പോയിട്ട് സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അവിടെ കിട്ടും. ട്രിവാൻഡ്രത്തുള്ളവരുടെ അടുത്താണ് പറയണം, കാരണം ഞാൻ ഇവിടെ നിന്നാണ് കൂടുതലും പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ ഓൺലൈനിലാണ് നമ്മൾ ഫൗണ്ടേഷൻ ഷെയ്ഡ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കിപ്പം നൈക്ക അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള ആപ്പ് എടുക്കുക. അപ്പോൾ അതിലെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒന്നീ നമ്മുടെ ഷെയ്ഡ് ഇങ്ങനെ വച്ച് കണ്ടുപിടിക്കാം. പക്ഷെ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇല്ലെങ്കിൽ നമുക്ക് ക്യാമറ ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിൽ ക്യാമറയുടെ ഓപ്ഷൻ കാണും. അപ്പോൾ ആ ക്യാമറയുടെ ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മളൊന്ന് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് അതിലിങ്ങനെ ക്യാമറ എടുക്കുക. അതിന് ശേഷം ഏതൊക്കെയാണോ ഷെയ്ഡ് ഉള്ളത് ആ ഷെയ്ഡ് ഒന്ന് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഏകദേശം മാച്ച് ആവുന്ന നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. പക്ഷെ ഞാൻ ഒരിക്കലും ഈ ഓൺലൈൻ പർച്ചേസ്, ഫൗണ്ടേഷനിൽ ഓൺലൈൻ പർച്ചേസ് പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡയറക്റ്റായിട്ട് പോയി എടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഫൗണ്ടേഷൻ ഞാൻ എത്ര ലാഭമായാലും ഞാൻ ഓൺലൈനിൽ എടുക്കത്തില്ല. കാരണം ഷെയ്ഡ് കറക്റ്റ് ആവത്തില്ല എനിക്ക്. നിങ്ങൾക്കത് ഓക്കെ ആവുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. വർഷങ്ങളായിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 2 ബോട്ടിൽ വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. ഞാനിപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമേ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ. ഞാനൊരു ഡെയിലി യൂസർ അല്ല. അതുകൊണ്ടാണ് എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ. എനിക്ക് അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഞാൻ ഇപ്പോഴും ഒരു ബോട്ടിൽ വാങ്ങിയായിരുന്നു, കാരണം അത് തീർന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ പുതിയ ബോട്ടിൽ വാങ്ങി. ഞാൻ വാങ്ങിയത് ലാക്മേയുടെ 9 to 5 എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇത് ലാക്മേയുടെ 9 to 5 ഫാഷനേറ്റ് കളക്ഷൻ പവർ പ്ലേ പ്രൈമിങ് ഫൗണ്ടേഷൻ. അപ്പോൾ ഇതിന് മുന്നേ ഇതിൻ്റെ കവർ ഇങ്ങനെ അല്ലായിരുന്നു. ഇതിൻ്റെ കവറിൽ കൊടുത്തേക്കുന്നത് ലാക്മേ 9 to 5 എന്നിട്ട് പ്രൈമർ പ്ലസ് ഫൗണ്ടേഷൻ എന്നാണ്. അതായത് പ്രൈമറും ഉണ്ട് ഫൗണ്ടേഷനും ഉണ്ടെന്നാണ് ഇതിൽ കൊടുത്തിരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 രൂപയാണ്. എനിക്ക് 650 ആയില്ല. എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു ആ സമയത്ത്, ലാക്മേക്ക് എന്തോ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ ഓൺലൈനിലാണെങ്കിൽ ഇതിനേക്കാളും ഓഫറിൽ കിട്ടും.
ഇത് അത്യാവശ്യം നല്ല ഫൗണ്ടേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ എനിക്ക് പൊട്ടിയടിച്ച ഫീൽ ഉണ്ടാവത്തില്ല, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ്ങും ആണ്. പിന്നെ നമ്മൾ ഈ വേർത്തൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ, വേർത്തൊക്കെ കഴിഞ്ഞാലും ആ ഒരു ഇതുണ്ടാവത്തില്ല, ആ ഒരു എന്താ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു കേക്കി എഫക്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു കേക്കി എഫക്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാനിതിൽ പ്രൈമർ യൂസ് ചെയ്യാറില്ല, ഞാൻ അങ്ങനെ പ്രൈമർ യൂസ് ചെയ്യൂല. പ്രൈമർ യൂസ് ചെയ്യണം, പക്ഷെ ഞാൻ പറയുന്നത് ഈ ഫൗണ്ടേഷനിൽ എനിക്ക് പ്രൈമർ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസിയും അത്ര വലിയ കുഴപ്പമില്ലാത്ത, ഭയങ്കര തിക്കും അല്ല, ഭയങ്കര വാട്ടറി അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് W180 വാം നാച്ചുറൽ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷെയ്ഡ് ഓക്കെ ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് കണ്ടായിരുന്നു. എൻ്റെ ഇവിടെ കുറച്ച് ഫെയർ ആണ്, നമ്മുടെ എല്ലാവരുടെയും കൈയുടെ വടിഭാഗം കുറച്ച് ഫെയർ ആണ്. എൻ്റെ ഈ ഭാഗം കുറച്ച് ഡാർക്കാണ് സൺടാൻ. അപ്പോൾ ഇവിടെ എടുത്തപ്പോൾ കുറച്ച് ലൈറ്റ് പോലെ തോന്നുന്നു, പക്ഷെ ഇതെനിക്ക് കറക്റ്റാണ്. എൻ്റെ സ്കിൻ ടോൺ കാണിച്ചത്. കണ്ടോ? ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ളതായിട്ടേ അറിയത്തില്ല. ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് ഇട്ട എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൈ കൊണ്ട് ഇടാനാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പം അല്ല, നിങ്ങളിപ്പം സ്പഞ്ചാണ് യൂസ് ചെയ്യുന്നത്, സ്പഞ്ചാണോ ബ്രഷാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതങ്ങ് യൂസ് ചെയ്യുക. എനിക്ക് കൈയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ കൈ യൂസ് ചെയ്യത്തില്ല, ഞാൻ സ്പഞ്ചാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു ഫൗണ്ടേഷനാണ് ഇത്. വലിയൊരു എന്താ പറയുക, ബോറാക്കത്തില്ല ഫേസ്, അതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങാം. പിന്നെ ഒരു ഹാക്ക് എന്ന രീതിയിൽ ഞാൻ പറയാം, ഫൗണ്ടേഷൻ ഇടുമ്പോൾ കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനായിട്ട് ഒന്നീ സ്പഞ്ച് എടുത്തതിന് ശേഷം അതിൽ ഈ സെറ്റിംഗ് സ്പ്രേ അടിച്ച് ഇങ്ങനെ പിതുക്കുക. അതിന് ശേഷം ഈ ഫൗണ്ടേഷൻ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ടിട്ട് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതൊന്ന്. രണ്ടാമത്തത് വീണ്ടും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനായിട്ട് സ്പഞ്ച് എടുത്തതിന് ശേഷം വെള്ളത്തിൽ മുക്കുക നല്ലപോലെ പിടിഞ്ഞ് അത് ആ വെള്ളത്തിൻ്റെ കണ്ടന്റ് കളയാം. കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടന്റ് അതിൽ ഇരിക്കട്ടെ. എന്നിട്ട് ഫൗണ്ടേഷൻ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ എന്താ പറയുക, അതങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതും ഫൗണ്ടേഷൻ നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 2 ഹാക്കാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം സെറ്റിംഗ് സ്പ്രേ ഇല്ല എങ്കിൽ വെള്ളം യൂസ് ചെയ്യാം, സെറ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിൽ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഓക്കെ, ഞാൻ വലിച്ചു നീട്ടല്ല. അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരാം. ഈ ഫൗണ്ടേഷൻ ഷെയ്ഡ് കണ്ടുപിടിക്കുന്നതോ അതോ ഇത് മനസ്സിലായില്ല എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ടീനേജേഴ്സിനും കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.